കുട്ടികളുടെ സ്വഭാവമാണ്. ഇങ്ങനെ ലോകത്തുള്ള കലങ്ക് മുഴുവനും ഞാൻ എഴുതി വെക്കും. ഇതാണ് പറഞ്ഞത് കുട്ടിക്കളിയെന്ന്. എന്നാൽ നാളെ മുതൽ ഒരു വടിയും പിടിച്ച് മൂക്ക് കണ്ണാടിയിട്ട് മുത്തശ്ശിയിട്ട് വരാം. നീ മുത്തശ്ശിയായാൽ നല്ല രസം ഉണ്ടാകും. വേഗം കല്യാണം കഴിക്കാം. അമ്മയായാലല്ലേ മുത്തശ്ശിയാകാൻ പറ്റും. അമ്മയാകാൻ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള മോഹമൊന്നും വേണ്ട. ശരി, വേണ്ട. അമ്മയ്ക്ക് എന്റെ ഹൃദയത്തിന്റെ പുറത്ത് വരെ പ്രേം ശോഭ എന്ന് എഴുതി വെച്ചിരിക്കുക. നോക്കിയാൽ കാണാമോ? എന്നാ ഞാൻ നോക്കട്ടെ. ശോഭയുടെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കും. തന്നോട് ചോദിച്ചില്ലല്ലോ. ഇല്ലെങ്കിലും പറയേണ്ടത് പറയായിരുന്നോടല്ലോ. കണക്കെഴുതുമ്പോ മറ്റു കാര്യങ്ങൾ ആലോചിച്ചാൽ കണക്ക് വെക്കും. അത് മിസ്റ്റർ കൈമൾ പറഞ്ഞ ശരിയാ. കണക്ക് എഴുതുമ്പോ തെറ്റും. അച്ഛാ, നാളെ വൈകിട്ട് കേണൽ നായരുടെ പാർട്ടിക്ക് പോണം, മറക്കരുത്. ഓ, അതിപ്പോഴാ ഓർത്തത്. പറഞ്ഞത് നന്നായി. കേണൽ നായരെ അറിയോ? ഇല്ല, അമേരിക്കയിലായിരുന്നു. ഏയ്, ഇവിടെ തന്നെ പട്ടാളത്തിൽ. നാളെ പാർട്ടിക്ക് വരുമ്പോ ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് പോവാം. നാളെ എനിക്കും ഒരു അവധി വേണം. എന്തിനാ? അച്ഛന് തീരെ സുഖമില്ല. ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. ശരി, നാളെ ലീവ് എടുത്തോളൂ. ഹലോ മിസ്റ്റർ മേനോൻ. ഹലോ. ഇരിക്കൂ. ഹലോ. ഇരിക്കൂ. ശംഭു, ഇതെന്റെ മകൾ ശോഭ. ഹലോ. ഹലോ. പിന്നെ ഇത് നമ്മുടെ നാരായണന്റെ സഹോദരൻ ശംഭു. ഒരു വലിയ ബിസിനസ്സുകാരനാ. രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ശോഭേ, നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം വേഷം കെട്ടുന്നു. ശംഭുവിനെ അറിയില്ലേ മിസ്റ്റർ കൈമൾ? ഹലോ. പിന്നെ കൊള്ളാം. ഒറ്റയ്ക്ക് സ്റ്റൈലില് ശോഭയോടൊപ്പം നടക്കാമെന്ന് കരുതി അല്ലടാ പരമ ദരിദ്രവാസി. ഇതാണല്ലോടാ നിന്റെ അച്ഛന്റെ അസുഖം. ഞാനൊന്ന് തീർത്തു തരാം. അച്ഛന് സുഖമില്ലെന്ന് നാരായണൻ പറഞ്ഞു. അതെ. ഏയ്, അത് സാരമില്ല. ഒരു ചെറിയ വാദത്തിന്റെ അസുഖം. ഏതായാലും നമ്മുടെ നാരായണന്റെ അച്ഛനല്ലേ, സുഖമില്ലാതെ കിടക്കാൻ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി കാണണം. അതാണ് മര്യാദ. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനൊന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ. ഞാനും വരാം. ഇറങ്ങട്ടെ. വരട്ടെ. അവര് വരാറായി. സാറേ, എനിക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അവര് വന്നെന്ന് തോന്നുന്നു. മുന്നേ കിടന്നോ? അച്ഛാ, ഇതാണ് ശ്രീ രാമൻ മേനോൻ. നമസ്കാരം. ഇരിക്കൂ. നാരായണൻ അവിടെ? നാരായണൻ വെളിയിൽ പോയിരിക്കുക. അച്ഛാ, ഇതാണ് കൈമൾ. അറിയും. വലിയ ബിസിനസ്സുകാരനാ. ഓഹോ, അതിപ്പോഴാ മനസ്സിലായത്. ഓഹോ, അത് ശരി. അപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? മുതലാളി തൊഴിലാളി ബന്ധം. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അല്ലേ? അതെ അതെ, സുഖമില്ലായിരിക്കുമല്ലേ, അധികം സംസാരിക്കാം. വാദം എന്റെ കാലിന് വായിക്കല്ലോ. എങ്കിലും നമ്മുടെ പരിചയത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ ദേഹം വിളക്കേണ്ടി വരും. മിസ്റ്റർ കൈമൾ ഇരിക്കും. താങ്ക് യു. നിൽക്കാം. അമേരിക്കയിലൊക്കെ സാധാരണ ആളുകൾ കൂടുതൽ നേരവും നിൽക്കുകയാണ് പതിവ്. ആഹാ, അതെന്താ അവിടെ കസേരയില്ലേ? ഉണ്ട്. എങ്കിലും ഒരു ഒരു മിസ്റ്റർ മേനോൻ, നമുക്ക് പോകാം. എനിക്കത് ധൃതിയുണ്ട്. മേനോ സാറിനെ കൊണ്ട് അച്ഛനെ കാണിക്കണമെന്ന് കൈമളിലാരും നിർബന്ധം. ഓഹോ, കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ വലിയ കൃത്യനിഷ്ഠക്കാരനാ. അറിയാം.
നാരായണനോട് ഞാൻ അന്വേഷിച്ചായി പറ. ശരി. സാറിന്റെ പ്ലാൻ പൊളിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു അമേരിക്ക. സാറേ, സംഗതി ഒത്തുകിട്ടിയ കല്യാണത്തിന് എന്നെ ക്ഷണിക്കണം. നല്ലൊരു സദ്യ കൊണ്ടിട്ട് കുറെ കാലമായി കേട്ടോ. തല്ലും തന്നു വേണം നിന്നെ അയക്കാനുള്ളത്. പിന്നെ ഞാനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. മുതലാളി, നീ ഒന്നും പറയണ്ട. ഇനിയും നിന്നെ ഞാനിവിടെ വെച്ചോണ്ടിരുന്ന നാളെ ഈ വർഷാപ്പും എന്നെയും ചേർത്ത് നീ മറ്റു വല്ലവർക്കും വിറ്റ് കാശാക്കും. ശമ്പളം കുറച്ചായാലും മതി മുതലാളി, എനിക്ക് എല്ലാ പണിയും അറിയാം. നിനക്കെല്ലാ വൃത്തികെട്ട പണിയും അറിയാം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നീ വേഗം സ്ഥലം വിടും. അപ്പൊ എനിക്ക് പണിയില്ല? ഇല്ല. ഒരാൾക്ക് ജോലി കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ മുതലാളി പറഞ്ഞ് ഇവിടെ കയറിയിരിക്കുന്നത്? ഗുഡ് ബൈ. അങ്ങനെയാണെങ്കിൽ വിവാഹം ഉടനെ നടത്തിക്കളയാം. പാസ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ? ഉടൻ തന്നെ ഹണിമൂൺ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. എന്റെ ബന്ധുക്കളെല്ലാം പുറത്താണ്, അതുകൊണ്ട് വിവാഹത്തിന് ആരും ഉണ്ടാവില്ല. അത് സാരമില്ല, അതിനെന്താ, അവരെല്ലാം അങ്ങോട്ട് പോയി കാണാമല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഉടൻ തന്നെ ഒരു നല്ല മുഹൂർത്തം നോക്കിച്ച് കളയാം. നാളെ നല്ലൊരു മുഹൂർത്തം ഉണ്ടെങ്കിൽ നാളെ നടത്താൻ ഞാൻ തയ്യാറാണ്. കാറില്ല, ഞാൻ നടന്നാ വന്നത്. വാക്കിംഗ് നല്ലൊരു വ്യായാമോ? അത് ശരിയാ. ഇന്ന് മുതൽ ഞാനും നടന്ന് ശീലിക്കാൻ പോവാ. ഇരുന്നിരുന്ന് കുംഭ വലുതായി. ആഹാ. ഒരു ഗ്ലാസ് കൂടെ പോയി. നാളെ നേരത്തെ വരണം. നിങ്ങളുടെ വാദം മാറിയോ? വാദമോ? ഒരു പോക്കിരുന്ന മഴയുണ്ടല്ലോ. നോക്കണോ എനിക്ക് വാദമോ ഗീതമോ ഉണ്ടോന്ന്? എന്നെ മനസ്സിലായോ? രാമമേനോൻ. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ വിടാൻ പറ്റില്ല. സോറി. സാറേ, ഒരു നീലക്കുപ്പായിട്ടൊരു മധ്യവയസ്കൻ ഇതിലെങ്ങാൻ പോകുന്നുണ്ടോ? ആരും ഇതിലേ പോയില്ല സാറേ. പോയി. കള്ളക്കളവേ, അന്തവിട്ട ഓട്ടമല്ലേ ഓടുന്നത്. വയസ്സുകാലത്ത് അയാൾ രക്ഷപ്പെട്ടു. അപ്പാ എടോ നാരായണ, എന്തോ തന്റെ അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? കുറച്ച് കുറവുണ്ട്. അസുഖം മുഴുവൻ മാറുന്നതിന് മുമ്പ് പട്ടയടിക്കുന്നത് നല്ലതല്ലെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം. ദേഹമിളകി ഓടരുതെന്ന് പറയണം. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയേണ്ടി വന്നു എന്ന് വെച്ചോളൂ.
കൈമളുടെ വർക്ക്ഷോപ്പ് എങ്ങനെ നടക്കുന്നു? ആ, കുഴപ്പമില്ല. അമേരിക്കയിലും ഒന്ന് തുടങ്ങണം എന്ന് കരുതിയിരിക്കുകയാണ്. ഓഹോ, നല്ലതാണ്. തനിക്ക് നല്ല ജോലി അറിയാമല്ലോ. പിന്നെ അമേരിക്കയിലൊക്കെ ആൾമാറാട്ടത്തിന് കടുത്ത ശിക്ഷയല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? ഇന്ത്യയിൽ ആൾമാറാട്ടം വലിയ കുറ്റമാണ്. അമേരിക്കയിൽ അതിലും വലിയ കുറ്റമാണോ എന്ന് അറിയണം. എന്നിട്ട് വേണം അമേരിക്കൻ പോലീസിനെ വിളിക്കണോ ഇന്ത്യൻ പോലീസിനെ വിളിക്കണോ എന്ന് തീരുമാനിക്കാൻ. എന്തിനാ? തന്നെ അറസ്റ്റ് ചെയ്യാൻ. പോണോടെ. നിനക്കൊക്കെ തട്ടിക്കളിക്കാനുള്ള പന്താണെന്ന് കരുതിയ രാമമേന. എടാ, നിന്നെപ്പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ വലിയവന്മാർ ചമഞ്ഞ് എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്, എത്രയെത്ര കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. അവന്റെ കാര്യം പോട്ടെ, അവൻ അത്രയ്ക്കേ സംസ്കാരമുള്ളൂ. നിങ്ങളൊന്നുമില്ലെങ്കിലും സമൂഹത്തിൽ 4 പേരറിയുന്ന മാന്യപ്പെട്ട വ്യക്തിയല്ലേ. ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ അവളോടോ അവളുടെ വേണ്ടപ്പെട്ടവരോടോ നേരിട്ട് പറയുന്നതല്ലേ അന്തസ്സായ മാർഗം. എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി സാർ, ക്ഷമിക്കണം. എടോ വാടകത്തണ്ടേ, താനും പോ. അവിടെ നിന്നോട് ആര് പറഞ്ഞു പോവാൻ? നിനക്ക് എന്റെ ഒരു സൽക്കാരം ബാക്കിയുണ്ട്. ഇനി മേലാലെങ്കിലും കൊള്ളാവുന്ന കുടുംബത്തിൽ ചെന്ന് ഇത്തരം പോക്കരുതരം കാണിക്കരുത്. ആ ഗോവിന്ദൻ എവിടെ? അവൻ സുഖമില്ലാതെ കിടക്കുക. ഞാൻ വിളമ്പിത്തുന്ന പോരെ? മതി മതി. പതിവില്ലാതെ എന്താ അച്ഛനോട് ഇത്ര കൂടുതൽ സ്നേഹം? അല്ലെങ്കിലും അച്ഛനോട് എനിക്ക് സ്നേഹമില്ലേ? കാള വാല് വെക്കുന്നത് എന്തിനാന്ന് അറിഞ്ഞൂടെ? എന്താന്ന് വെച്ചാൽ അച്ഛനോട് തുറന്നു പറ. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. എനിക്കൊരാളെ ഇഷ്ടമാണ്. എന്റെ നാരായണ, ഞാൻ ഈ കേൾക്കുന്നത് ശരിയാണോ? അതെ, അച്ഛന്റെ സമ്മതം വാങ്ങിയിട്ട് വേണം പുള്ളിക്കാരന്റെ അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ. ആരാ ആള്? പ്രേംകുമാർ എന്ന് പറയുന്ന. അയാളൊരു ഗായകൻ കൂടിയല്ലേ? അതെ. എനിക്ക് അയാളെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞൂടാ. ഒരിക്കലൊരു പരിപാടിക്ക് അവന്റെ പാട്ട് കേട്ടിട്ടുണ്ട്. ഭംഗിയായിട്ട് പാടും. പിന്നെ മറ്റു കാര്യങ്ങൾ നിന്റെ സെലക്ഷൻ അല്ലേ, മോശാവാൻ വഴിയില്ലല്ലോ. എനിക്ക് ഏതായാലും വിരോധമില്ല. പിന്നെ അയാളുടെ അമ്മ വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എന്താ പെണ്ണെന്ന് പതിവില്ലാത്ത ഓട്ടവും ചാട്ടവും? പറയട്ടെ. എന്താ ഇത്ര വലിയ ആനക്കാര്യം? നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചിരിക്കുന്നു. റിയലി? ഇന്ന് തന്നെ അമ്മയ്ക്ക് ഞാൻ തിലകം അടിക്കുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ്. എന്താ? ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. പെണ്ണിന്റെ സൈഡിൽ നോക്ക്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സത്യം പറഞ്ഞ മൂപ്പിലാൻ സമ്മതിക്കുമോന്ന് എനിക്ക് അല്പം ഭയമുണ്ടായിരുന്നു. നീ എന്താ ആകെ തളർന്നിരിക്കുന്നത്? നിന്നെ ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കായിരുന്നു. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എടാ, ഇന്നോ ഇന്നലെയോ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയല്ലോ. വിളിക്കാതെ കാര്യം പറയും. ഞങ്ങളുടെ കള്ളക്കളി മുഴുവൻ അവളുടെ അച്ഛൻ കണ്ടുപിടിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? ആ കഥ കഴിഞ്ഞു. പ്രേം, നിനക്കറിഞ്ഞുകൂടാ, അവളെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ലോകം കണ്ട ഏറ്റവും വൃത്തിയായിട്ടായി തീരും. ശംഭു, നീ ഇത്ര സീരിയസ് ആണോ? അതേടാ, മുന്നോട്ട് പോകാനുള്ള എന്റെ വഴി മുഴുവൻ ഇരുട്ടാണ്. ആ വഴിയിലേക്ക് അല്പം വെളിച്ചം കാണിച്ചു തരാൻ സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എവിടെയെല്ലാം തേടിയെന്നറിയുമോ? അവസാനം കണ്ടുമുട്ടി. എന്റെ പ്രതീക്ഷയെല്ലാം തകർത്തെറിഞ്ഞ് അവൾ പോയാൽ ഞാൻ ആകെ തകർന്നു പോകും. പ്രേം, ശംഭു, നീ വിഷമിക്കണ്ട. ഞാൻ പരിഹാരം ഉണ്ടാക്കാം. കുട്ടിക്കാലം മുതൽക്കേ എല്ലാ കാര്യവും നമ്മൾ ഒരുമിച്ചേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെ വിവാഹം ഒരേ പന്തലിൽ ഒരേ മുഹൂർത്തത്തിൽ നടത്തണം. പക്ഷെ നാളെ രാവിലെ നീ ആ കുട്ടി എനിക്ക് കാണിച്ചു തരണം. ഓക്കെ? ഓക്കെ. എവിടെയാടാ നിന്റെ സ്റ്റാർ? കാണാനില്ലല്ലോ. നീ ബഹളം വയ്ക്കാതെ, അവളിപ്പോ വരും.
ഇക്കണക്കിന് നീ ഈ പെണ്ണിനെ കെട്ടിയാൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഡിന്നറേ കിട്ടൂ. അത്രയ്ക്ക് കൃത്യനിഷ്ഠയാ. ഇതാ വരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവൾ സുന്ദരിയല്ലേ? മഞ്ഞുതുള്ളിയെ പോലെ നിഷ്കളങ്കയല്ലേ? ഞാനും അവളും ചേർന്നുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങളാണ് കണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയോ? അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയാൽ നീ പറയപ്പറയും ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം നീ തന്നെ കുട്ടിയോട് സത്യം തുറന്നു പറഞ്ഞു നോക്ക്. പറയേണ്ടത് അപ്പോൾ പറയുന്നതാണ് നല്ലത്. എല്ലാ സന്ദർഭം വരാൻ വേണ്ടി മനസ്സൊളിപ്പിച്ചു വെച്ചിട്ട് പ്രതീക്ഷിക്കാതെ പലതും തിരിച്ചടിക്കുമ്പോൾ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? നാളെ തന്നെ നീ ശോഭയോട് എല്ലാം തുറന്ന് സംസാരിക്കും.